സമസ്തക്ക് ഒരു കോട്ടം വരുമ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വേദനിക്കും. മുസ്ലിം ലീഗിന്റെ കണ്ണിൽ കണ്ണീര് വരും സമസ്തക്ക് ഒരു കോട്ടം വരുമ്പോൾ. എന്നിട്ട് പരസ്യമായിട്ട് പ്രസംഗിക്കുകയാണ്. വാഫി വിഷയത്തിൽ എന്താ ചെയ്തത്, എന്താ ചെയ്യേണ്ടത്? ആ ഒരു മഹാപ്രസ്ഥാനത്തെ ദേഷ്യം പിടിച്ചിട്ട് ലോറിക്കാരന്റെ മേപ്പട്ട് കയറണ മാതിരി അങ്ങോട്ട് പിരിച്ചുവിടുക, ഒറ്റ ചവിട്ടിന് ഇല്ലാണ്ടാക്കുക, അതാണോ ചെയ്യേണ്ടത്? സമസ്തക്ക് ഒരു കോട്ടം വരുമ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വേദനിക്കും. മുസ്ലിം ലീഗിന്റെ കണ്ണിൽ കണ്ണീര് വരും സമസ്തക്ക് ഒരു കോട്ടം വരുമ്പോൾ. ഇങ്ങനത്തെ ഈ ബോധ്യമാരപ്പിച്ചപ്പോട് ഇങ്ങളൊരു പാർട്ടിയല്ലേ? ഏതെങ്കിലും ബോധ്യന്മാര് അണ്ട് മുസ്ലിംമാര് ആരെങ്കിലും പോയപ്പോ ഓരെ പോയിക്കാട് എന്തിനാ ഈ തൊക്കണ്? നിങ്ങൾ CPM എന്നൊരു പാർട്ടിയല്ലേ? ഒരു അന്തസ് വേണ്ടേ? ഇല്ല, മോദിയന്മാരെ പോയി തക്ക. പിണറായി വിജയൻ മുഖ്യമന്ത്രി പോയിട്ട് എന്താ ചെയ്യണത്? പൗരത്വത്തിന് പോയി മൂപ്പിന് പള്ളിക്കാർ കത്തിപ്പറ്റോടെ ഈ മോദിയന്മാരെ പിന്നിൽ ഇങ്ങോട്ട് നടക്കണം. എന്നാലും ഞങ്ങൾ സാധാരണ വിദ്യാഭ്യാസ മന്ത്രി എനിക്ക് ഇങ്ങോട്ട് കാര്യം പറയണം. നിങ്ങളൊരു നിലവാരമുള്ള മനുഷ്യൻ താഴത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോ മന്ത്രിയുടെ 2-3 സ്റ്റാഫ് ഇങ്ങനെ ഞാൻ വെച്ച് കാര്യപ്പെട്ട ആരെങ്കിലും പാർട്ടി പോളിറ്റി ബ്യൂറോ ഏതെങ്കിലുമൊക്കെ ഒന്ന് സ്വീകരിക്കാൻ വരികച്ചു. അപ്പോൾ 2 മോദിയന്മാര് വരുന്നത് അതിങ്ങനെ ലിഫ്റ്റ് കയറ്റിട്ട് ഇങ്ങനെ കൊണ്ടുപോകണം. ഞാൻ എല്ലാവരും ബാക്കിൽ പോയി നോക്കി. ഉള്ളൊക്കെ മന്ത്രി അടിച്ചപ്പോൾ മന്ത്രി പ്രൈവറ്റ് റൂമിൽ കൊണ്ട് എന്തിനാ ഇതൊക്കെ? അവരെ എവിടെയും പോയിട്ട് പിടിച്ചു വലിച്ചിട്ടില്ലല്ലോ, പിടിച്ചു വാങ്ങിയിട്ടില്ല. എന്നെ കളിയാക്കണം എന്ന് എവിടെയും ചെന്നിട്ടില്ല. പിന്നെ അദ്ദേഹത്തോട് ചില ആളുകൾക്ക് അസൂയുണ്ട്. അവരൊക്കെ ഇത്ര വലിയ ആളുകളാണ് എന്നൊക്കെ അവർ ധരിക്കുന്നു. പക്ഷെ അവർ സമൂഹം അംഗീകരിക്കുന്നില്ല. അപ്പം അതിനോടുള്ള അസൂയ അല്ലെങ്കിൽ മറ്റെവിടെന്നെങ്കിലും വല്ല അച്ചാരം വാങ്ങിയിട്ട് അതിമോഹികളായ ചില ആളുകൾ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. അപ്പം അതിന് ഈ എച്ചിൽ കഷ്ണം നക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. സമസ്തക്ക് ഒരു കോട്ടം വരുമ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വേദനിക്കും. മുസ്ലിം ലീഗിന്റെ കണ്ണിൽ കണ്ണീര് വരും സമസ്തക്ക് ഒരു കോട്ടം വരുമ്പോൾ. സുപ്രഭാതത്തിന്റെ ലോഞ്ചിങ്ങിന്റെ സമയത്ത് നമുക്കൊക്കെ അറിയുന്നത് പോലെ പല ഭാഗത്തു നിന്നുള്ള ബഹിഷ്കരണം എന്നുള്ള രീതിയിലുള്ള ഒരു സ്വരങ്ങൾ പല ഭാഗത്തും കേൾക്കേണ്ടായി. VD സതീശനെയാണ് ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ച അതിഥി ഉണ്ടായിരുന്നത്. അത് എന്തോ കാരണത്താൽ അത് അവസാന നിമിഷം ക്യാൻസലായി പോകുന്ന സാഹചര്യം ഉണ്ടായി. അതിനുശേഷം ഞങ്ങൾ രമേശ് ചെന്നിത്തല സാറിനെ ക്ഷണിച്ചു. അദ്ദേഹം വരാൻ പറ്റില്ല എന്ന് പറയണ്ടായി. നമുക്ക് ബഹുമാനപ്പെട്ട MP മുരളീധർ സാറിനെ ക്ഷണിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അദ്ദേഹം വരാമെന്നേറ്റു. അദ്ദേഹത്തിനും വരാൻ പറ്റില്ല എന്നുള്ള വിവരം കിട്ടി. അദ്ദേഹം ഞങ്ങളോട് കാണണമെന്ന് പറഞ്ഞു. കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് എനിക്ക് വലിയ സമ്മർദ്ദമുണ്ട് പരിപാടിയിൽ പങ്കെടുക്കരുതെന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, ആരാണ് സാറ് സമ്മർദ്ദം ചെലുത്തുന്നത്? ആരാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ചെറിയ ആളുകൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ അങ്ങനെ നിങ്ങളെ വിളിച്ച് പറയില്ലല്ലോ. കാര്യപ്പെട്ട ആളുകളുടെ സമ്മർദ്ദമാണ്. നിങ്ങൾ UDFൻ്റെ ഭാഗമാണ്, അതുകൊണ്ട് നിങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുക്കരുത് എന്നാണ് എനിക്ക് കിട്ടിയ നിർദ്ദേശം തന്നെ. എനിക്ക് കോൺഗ്രസിൻ്റെ സീനിയർ നേതാക്കന്മാർ ആരെങ്കിലും അനുമതി നൽകുകയാണെങ്കിൽ ഞാൻ പരിപാടി പങ്കെടുത്തോളാം, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ നിങ്ങളുടെ പരിപാടി പങ്കെടുക്കാൻ വേണ്ടി മാത്രം വന്നതാണ്. KC വേണുഗോപാലായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്കൊരു പെർമിഷൻ വാങ്ങി തന്നാൽ മതി. അപ്പോൾ ഓക്കെ, ഞങ്ങൾ സംസാരിക്കാമെന്ന് പറഞ്ഞു. KC വേണുഗോപാലായിട്ട് ബന്ധപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തി. അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചു. അദ്ദേഹത്തിൻ്റെ മറുപടി ഒരു അനുകൂലമല്ല എന്നുള്ളതാണ് സംസാരിക്കുന്ന ആളുടെ മുഖഭാവത്തിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വായിച്ചെടുക്കാൻ സാധിച്ചത്. ഞാൻ തിരിച്ചു വിളിക്കാമെന്നു പറഞ്ഞത്. പക്ഷേ പരിപാടി തീരുന്നവരെ തിരിച്ചു വിളി ഉണ്ടായതില്ല. അതുകൊണ്ട് മുരളീധരൻ സാറ് ആ പരിപാടിയിൽ പങ്കെടുക്കുകയും അത് പള്ളിയിൽ പറയണ്ട എന്ന് പിണറായി അല്ല ഏത് നേതാവ് പറഞ്ഞാലും അതിന്റെ പുല്ല് വില പോലും ഞങ്ങൾ വെക്കില്ല. ഞാൻ പറയുന്ന ആര് എതിർത്താലും, പിണറായി വിജയനല്ല മറ്റേത് നേതാവ് എതിർത്താലും പള്ളിയിൽ പറയേണ്ട കാര്യം പള്ളിയിൽ പറഞ്ഞുകൊണ്ടേയിരിക്കും. സമസ്തക്ക് ഒരു കോട്ടം വരുമ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വേദനിക്കും. മുസ്ലിം ലീഗിന്റെ കണ്ണിൽ കണ്ണീര് വരും സമസ്തക്ക് ഒരു കോട്ടം വരുമ്പോൾ. ഇപ്പോൾ സമസ്തയിലെ ചില വ്യക്തികൾ പാണക്കാട് തങ്ങന്മാർക്കെതിരെ സംസാരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുകയാണ്. കൃത്യമായി CPMന്റെ അച്ചാരം വാങ്ങിയിട്ടാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പം അതിനെതിരെ ശക്തമായൊരു നടപടി സ്വീകരിക്കേണ്ടത് സമസ്തയുടെ ഇപ്പോഴത്തെ നേതൃത്വമാണ്. ഒരാഴ്ചയായി ഇന്ന് വരെ അത്തരത്തിലുള്ളൊരു നീക്കവും കാണുന്നില്ല. അതിനെ രാഷ്ട്രീയമായി നേരിടേണ്ടി വരും. യൂത്ത് ലീഗെല്ലാം അതിന് മുൻപന്തിയിൽ നിൽക്കും. ഇത്തരത്തിലുള്ള സമുദായത്തിനകത്ത് ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി ആര് വന്നാലും അതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് യൂത്ത് ലീഗിൻ്റെയൊക്കെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം ഞങ്ങൾ നിർവഹിക്കും. സംസ്ഥയിൽ 2-3 ആൾക്കാർ, ഒന്ന് MT ഉസ്താദ്, ഒന്ന് മോയിൻകുട്ടി മാസ്റ്റർ, പന്തല്ലൂര്, ഫൈസി അമ്പലക്കടവ്, മുണ്ടുപാറ, ഇവരൊക്കെയാണ് സംസ്ഥയുടെ മുഷാവറ അംഗങ്ങൾ. മുഷാവറ എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പോൾ വക്കുവെട്ടുകയും ചുളിഞ്ഞതൊക്കെയാണ് ഉള്ളത്. ആരും സ്വാത്വികരായിട്ട് ആരുമില്ല. ജിഫ്രി ആണെന്നുണ്ടെങ്കിൽ പറയണ്ട, കഥ പറയാതിരിക്കുക നല്ലത്. പിണറായി വൈകുന്നേരം ആയാലും താങ്കൾ ബാബാനെ വിളിക്കുകയാണ്, സെക്രട്ടറി താങ്കൾ ബാബാൻ മീൻ വാങ്ങിക്കണ. സമസ്തക്ക് ഒരു കോട്ടം വരുമ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വേദനിക്കും. മുസ്ലിം ലീഗിന്റെ കണ്ണിൽ കണ്ണീര് വരും സമസ്തക്ക് ഒരു കോട്ടം വരുമ്പോൾ. നിങ്ങൾക്ക് മുസ്ലിം ലീഗിനെ വിമർശിക്കാം, അതിന് CPMന്റെ വീതിയിലേക്ക് പോകണം.
അല്ലെങ്കിൽ BJPന്റെ വേദിയിലേക്ക് പോകണം, അല്ലെങ്കിൽ INLന്റെ വേദിക്ക് പോകണം, അല്ലെ PDPന്റെ വേദിയിലേക്ക് പോകണം, അല്ലെങ്കിൽ SDPന്റെ വേദിക്ക് പോകണം. അത്തരം വേദി പോയിട്ട് പറയാനുള്ളത് തുറന്നു പറഞ്ഞു. അല്ലാതെ ദീനുൽ ഇസ്ലാമിന്റെ വേദി ഉപയോഗിച്ച് ഞങ്ങളെ വന്ധ്യരായ നേതാക്കളെയും അവരുടെ കുടുംബത്തെയും കുറിച്ച് ഇനി ആരെങ്കിലും പറഞ്ഞാൽ അത്ര മാത്രമേ നമുക്ക് അവരോട് പറയാനുള്ളൂ. നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ CPMന്റെ സ്റ്റേജിൽ പോയി പറഞ്ഞോ. ആ സ്റ്റേജിൽ പോകാനൊന്നും മടിയില്ലാത്ത ആൾക്കാരുണ്ടല്ലോ നിങ്ങളുടെ കൂട്ടത്തില്. ഏതെങ്കിലും മഹല്ല് കമ്മിറ്റിക്ക് ചെറിയ അവതരിക്കാൻ കഴിയുമോ? ഏതെങ്കിലും പ്രസ്ഥാനത്തിന് കഴിയുമോ? ഇപ്പൊ ചില ആളുകളെ ഒരു പത്രത്തിന്റെ ക്യാമ്പയിനുമായി വന്നിട്ട് പറയാണ് 9 വർഷം കൊണ്ട് 90 വർഷത്തെ പത്രത്തെ ഞങ്ങൾ കവച്ചു വെച്ചിരിക്കുന്നത്. ഇവർക്ക് നട്ടം പ്രസ്ഥാനത്തിന്റെ പേരാണ് ചന്ദ്രിക. എന്നിൽ നിന്ന് മുസ്ലിം ലീഗിനെ മൈനസ് ചെയ്താൽ പിന്നെ വട്ടപൂജ്യമായിരിക്കും. എന്നാൽ ഞാൻ പറയുന്നു, പ്രിയപ്പെട്ടവരെ, കേരളീയ മുസ്ലിം സമൂഹത്തിൽ നിന്ന് ചന്ദ്രികയെ മാറ്റി നിർത്തിയാലും വട്ടപൂജ്യമായിരിക്കും. ചന്ദ്രിക മാത്രമേ ഈ സമുദായത്തിന്റെ കൂടെ നിൽക്കുമെന്ന് ഉറപ്പുള്ള ഒരു സമസ്തക്ക് ഒരു കോട്ടം വരുമ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വേദനിക്കും. മുസ്ലിം ലീഗിന്റെ കണ്ണിൽ കണ്ണീര് വരും സമസ്തക്ക് ഒരു കോട്ടം വരുമ്പോൾ. സമസ്ത ലീഗില്ലാതെ സമസ്ത പ്രവർത്തിച്ചിട്ട് മുസ്ലിം സമുദായത്തിന് എന്താ നേടിയെടുത്തത്? വഖഫ് അവരാ ചെയ്തത്. 1.5 ലക്ഷം ആളുകളെ 3 ദിവസം കൊണ്ട് കോഴിക്കോട് കടപ്പുറത്ത് വിളിച്ചു കൂട്ടിയ സമസ്തയുടെ ഒറ്റ നേതാവിനെയായിട്ട് കയറ്റാതല്ലേ ഞങ്ങൾ ആ യോഗം നടത്തിയത്? ചില മതനേതാക്കളൊക്കെ ഉണ്ട്, ചിലരെയൊക്കെ മഹത്വവൽക്കരിച്ച് നടക്കുന്ന ദൗർഭാഗ്യകരമായ വേദനാജനകമായ സംഭവം. പിണറായി വിജയൻ ഏതോ അവതാരകനായി വന്നതുപോലെ ചിലരൊക്കെ പറയുന്നു. ഇവർക്കൊക്കെ തന്നെ മാറ്റി പറയേണ്ടി വരും. ഇന്ന് ഈ ചില സമുദായ മതസംഘടനകളുടെ നേതാക്കൾ. സമസ്തക്ക് ഒരു കോട്ടം വരുമ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വേദനിക്കും. മുസ്ലിം ലീഗിന്റെ കണ്ണിൽ കണ്ണീര് വരും സമസ്തക്ക് ഒരു കോട്ടം വരുമ്പോൾ. ഇപ്പോഴുള്ളൊരു പ്രശ്നമുണ്ട്. ഇപ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സമസ്തയുടെ അകത്ത് എല്ലാവരും ഉണ്ട് എന്നിങ്ങനെ പലരും പറഞ്ഞു കേൾക്കുന്നുണ്ട്. സമസ്തയിൽ എല്ലാവരും ഉണ്ടാവുന്നതിൽ നമുക്ക് വലിയ സന്തോഷമേ ഉള്ളൂ. പക്ഷേ ആരാണ് അവരെന്ന് ഒന്ന് ഡിസ്ക്ലോസ് ചെയ്യണം. സമസ്തയിൽ ആരൊക്കെയുള്ളത്? അതല്ലാതെ ഇതിങ്ങനെ ചില ആളുകൾ എല്ലാവരും ഉണ്ട് എന്നല്ല. ആരാണുള്ളത്? ഉള്ളവർ പറഞ്ഞോട്ടെ. ഈ സ്ലീപ്പിംഗ് സെല്ലുകൾ ഇതിനകത്ത് പ്രവർത്തിക്കാൻ പാടില്ല. നമ്മുടെ ഇടയിൽ ഒരു പുതിയ ശത്രു ഇങ്ങനെ മുളച്ചു വരുന്നുണ്ട്. അതിന്റെ നേതാവ് അബ്ദുൽ ഹമീദ് ഷെയ്ഖ് അമ്പലക്കടവ്. ഒരു 10-15 വർഷം മുമ്പ് ഞാനിത് പറഞ്ഞിട്ടുണ്ട്. കടുത്ത ലീഗ് വിരോധികളാണ്. ഒരു 4-5 ആൾക്കാരുണ്ട്, പേര് പറയേണ്ട സമയത്ത് ഞാൻ പറയാം. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പതാക 1 ഇഞ്ച് താഴ്ത്തിക്കെട്ടാൻ ഏത് സുൽത്താൻ വിചാരിച്ചാലും സാധ്യമല്ല, സമ്മതിക്കുന്ന പ്രശ്നമില്ല. സമസ്തക്ക് ഒരു കോട്ടം വരുമ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വേദനിക്കും. മുസ്ലിം ലീഗിന്റെ കണ്ണിൽ കണ്ണീര് വരും സമസ്തക്ക് ഒരു കോട്ടം വരുമ്പോൾ. പാണക്കാട് കുടുംബം മൊത്തം ഒന്നടങ്കം വഫിയ സംവിധാനത്തിലെ CACന്റെ കൂടെ പിന്നിൽ ഉറച്ചു നിർത്തുന്നു. ഒരു മാറ്റം ധൈര്യത്തിൽ മുന്നോട്ട് പോകാന്നുള്ളത് എല്ലാ പിന്തുണയും പാണക്കാട് കുടുംബം പിന്നിൽ മാറിയിട്ടില്ല. അതിനോളം ഉയരാൻ നോക്കുക എന്നല്ലാതെ അതിന്റെ കൊമ്പും ജില്ലയും മുറിക്കാൻ വേണ്ടി ആരും തന്നെ തയ്യാറാവേണ്ടതില്ല. സമസ്തക്ക് ഒരു കോട്ടം വരുമ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വേദനിക്കും. മുസ്ലിം ലീഗിന്റെ കണ്ണിൽ കണ്ണീര് വരും സമസ്തക്ക് ഒരു കോട്ടം വരുമ്പോൾ. മുഖ്യമന്ത്രിയുടെ ഒരു ഫോൺ കോൾ കിട്ടിയാൽ എല്ലാമായി എന്ന് വിചാരിക്കുന്ന ആളുകളും നമ്മുടെ സമുദായത്തിലും ന്യൂനപക്ഷ സമുദായത്തിലൊക്കെ ഉണ്ട്. മുസ്ലിം ലീഗിന്റെ കാര്യത്തിൽ വ്യക്തമാണ്. സലാം സാഹിബ് ആരെങ്കിലും പ്രത്യേകമായിട്ട് ഉദ്ദേശിച്ചുകൊണ്ടൊന്നും പറഞ്ഞതല്ല. ലീഗ് ഒരിക്കലും ഈ കാര്യത്തിൽ ചർച്ചയ്ക്ക് ഉദ്ദേശിക്കുന്നില്ല. കാരണം അത് ആവശ്യമില്ല എന്നുള്ളതാണ്. പിന്നെ മാത്രമല്ല, ഇത് യഥാർത്ഥ പ്രശ്നത്തിൽ നിന്ന് വഴിതിരിച്ചു വിടാൻ ചിലരൊക്കെ ശ്രമിക്കുന്നു. അതിന് കൂടെ നിന്ന് കൊടുക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ലല്ലോ. പിന്നെ അതിന് മറുപടി പറയേണ്ട കാര്യം ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് വേറെ പണിയുണ്ട്. സമസ്തക്ക് ഒരു കോട്ടം വരുമ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വേദനിക്കും. മുസ്ലിം ലീഗിന്റെ കണ്ണിൽ കണ്ണീര് വരും സമസ്തക്ക് ഒരു കോട്ടം വരുമ്പോൾ. ഹമീദ് ഫൈസി കമ്മ്യൂണിസത്തിന് വെള്ളം ഉപയോഗിച്ച് പ്രസംഗിച്ചാണ്. അതിനൊക്കെ ഞാൻ ഹമീദ് ഫൈസിനെ ഇരുത്തിയിട്ട് തന്നെ ഹമീദ് ഫൈസി ഉള്ള സദസ്സെന്ന് ഹമീദ് ഫൈസിക്കെതിരെ പറഞ്ഞിട്ടുമുണ്ട്. അതൊക്കെ പറയും ചെയ്യും. എന്നെ ഞാനാക്കിയതിൽ ഈ സജറയിലെ ഒരുത്തനും ഒരു പങ്കുമില്ല. അതുകൊണ്ട് തന്നെ സജറയുടെ മുമ്പിൽ വന്ന് ഞാൻ എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമേ ഉള്ളൂ. ഒരു തെറ്റും അതിൽ ഞാൻ കാണുന്നില്ല. സജറയുടെ കൂട്ടത്തിൽപ്പെട്ട ഒരുത്തനും എന്നെ ഞാനാക്കിയതിൽ ഒരു പങ്കുമില്ല. വല്ല പങ്കും ആരെങ്കിലും ഞാൻ അറിയാതെ വഹിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളങ്ങ് പിൻവലിച്ചാളി, എന്നിട്ട് ഇന്നെ ഞാൻ അല്ലാതാക്കി കളി നിങ്ങള്. പിന്നെ ഈ തരയിരിക്കുമ്പോ ഈ വാലാടുന്ന ആ സ്വഭാവം ശരിയല്ല എന്ന് തന്നെ എനിക്ക് പറയാനുള്ളത്. സമസ്തക്ക് ഒരു കോട്ടം വരുമ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്
വേദനിക്കും. മുസ്ലിം ലീഗിന്റെ കണ്ണിൽ കണ്ണീര് വരും സംസ്ഥക്കൊരു കോട്ടം വരുമ്പോൾ. എറിഞ്ഞാലെത്താത്ത ഉയരത്തിലാണ് ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ടും ചന്ദ്രനെ മൂടിക്കളയാൻ ഒരു കാർമേഘവും ഇന്നോളം അതിന് സാധിച്ചിട്ടില്ല എന്ന് വീണ്ടും വീണ്ടും ആണയിട്ട് പറഞ്ഞുകൊണ്ടും നീങ്ങിപ്പോവുക എന്നത് കാർമേഘത്തിൻ്റെ വിധിയാണെന്നും പൂർവോപരി ശോഭയോടെ ജ്വലിക്കുക എന്നത് തിങ്കൾ കലയുടെ വിധിയാണെന്നും ഒരിക്കൽ കൂടി ഇവിടെ ഊന്നിപ്പറഞ്ഞുകൊണ്ടും മുസ്ലിം ലീഗിന്റെ കാര്യം തീരുമാനിക്കാൻ സംസ്ഥയെ ആരും ഏൽപ്പിച്ചില്ലല്ലോ.